സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ കാണണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ പരിശോധിക്കുകയും അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിട്ടുള്ള വീഡിയോകൾ കാണുകയും ചെയ്തു. അതിൽ 9 ദിവസം മുമ്പ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലും ഹിജാബ് വിവാദം 1,59,000 ആളുകൾ ഇപ്പോൾ അത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം അടുത്ത വീഡിയോ ചെയ്തു. ശിരോവസ്ത്രം ധരിക്കുന്ന കന്യാസ്ത്രീകൾക്ക് ഹിജാബ് വിലക്കാൻ കഴിയും. ആ വീഡിയോ ഏതാണ്ട് 1,32,000 ആളുകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം അടുത്ത വീഡിയോ ചെയ്യുന്നു. അനാവശ്യമായി ഇടപെട്ട് കുളമാക്കിയ ശിവൻകുട്ടിക്ക് നമോവാകം. അതും 1,19,000 ആളുകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ വിവാദമുണ്ടായ 1-ാം ദിവസം മുതൽ വളരെ കൃത്യമായ രൂപത്തിൽ അത് ഫോളോ അപ്പ് ചെയ്യുകയും പൊതുസമൂഹം ആ വിഷയത്തെ ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഒരു ഗൈഡൻസ് കൊടുക്കാനുള്ള വലിയ ശ്രമങ്ങൾ ശ്രീജിത്ത് പണിക്കരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചാനലുകൾ വലിയ വിലയും കൊടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് പ്രധാനമായും ഈ വിഷയത്തിൽ ഒരു അക്കാഡമിക്കായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് പൊതുജനം കാണുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നൊരു കാര്യം, ഇദ്ദേഹം ഇൻ്റലക്ച്വലി അദ്ദേഹം ഡിസ്ഹോണസ്റ്റ് ആണ്. ഭൗതിക സത്യസന്ധത എന്ന് പറയുന്നൊരു സംഭവം തൊട്ടടുത്തൂടെ പോലും ഇദ്ദേഹത്തിൻ്റെ പോയിട്ടില്ല. രണ്ടാമത്, നിയമങ്ങൾ അറിയാത്ത പൊതുജനത്തിനെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്ന വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 3, ചെറി പിക്കിംഗ്, അഥവാ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള രേഖ പോലും സത്യസന്ധമായി പൊതുജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാതെ കൃത്യമായ ഉദ്ദേശത്തോടുകൂടി ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയും ചില കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടും ശ്രീജിത്ത് പണിക്കർ ഈ വീഡിയോയിലൊക്കെ ചെയ്യുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്, ഇദ്ദേഹം ന്യൂസ് 18 ചാനലിൽ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ കണ്ട ആ വീഡിയോ, ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ധാരാളം കളവുകൾ യാതൊരു ലജ്ജയുമില്ലാതെ അടിച്ചുവിടുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. ആദ്യം അദ്ദേഹത്തിന്റെ ആ വീഡിയോയിലേക്ക്. പക്ഷേ ഈ കർണാടകയിലെ കേസിലാണെങ്കിലും കേരളത്തിലെ കേസിലാണെങ്കിലും സുപ്രീം കോടതി ഹിജാബ് വിഷയം പരിഗണിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള പല ഇസ്ലാം പണ്ഡിതന്മാരെയും സമീപിച്ച് എന്താണ് ഹിജാബിന്റെ അവസ്ഥ, അത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് അവരോട് ആരാഞ്ഞിരുന്നു. ഒരാൾ പോലും കോടതിയിൽ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞില്ല. ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറയുന്നത്, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇങ്ങനെ ഹിജാബ് ബാനുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ കോടതി തന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു, ഹിജാബ് നിങ്ങളുടെ മതത്തിൽ അനിവാര്യമാണോ എന്ന് ഒരു അന്വേഷണമൊക്കെ നടത്തി നോക്കി. എന്നാൽ ഒരാൾ പോലും ഹിജാബ് അനിവാര്യമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. എന്നാൽ ഞാൻ ഈ കോടതിയുടെ വെർഡിക്റ്റുകൾ, വിധികളൊക്കെ വായിച്ചപ്പോൾ അതിലെവിടെയും കോടതി ഇങ്ങനെ ഒരു അന്വേഷണം ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരോട് നടത്തിയതായിട്ടോ അവരിങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വിധി നൽകുന്നതെന്നോ കർണാടക ഹൈക്കോടതിയുടെ വിധിയിലോ അല്ല എങ്കിൽ സുപ്രീം കോടതിയിലെ വിധിയിലോ ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ താങ്കൾക്ക് ഈ അറിവ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇനി അതല്ല, ഞാൻ ഈ വെർഡിക്റ്റ് വായിച്ചതിനകത്ത് ഞാൻ കാണാതെ പോയിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങളുണ്ട് എങ്കിൽ താങ്കൾ അത് കാണിക്കുക. രണ്ടാമത്, ഇങ്ങനെ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ പണ്ഡിതന്മാരോട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ പേര് താങ്കൾ ഇവിടെ പറയാത്തത്? സാധാരണ താങ്കൾ തെളിവ് വെച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണല്ലോ. അങ്ങനെയെങ്കിൽ ഏതാണ് ഈ പ്രശസ്തരായിട്ടുള്ള ഈ മുസ്ലിം പണ്ഡിതന്മാർ ആരൊക്കെയാണ്, അവരുടെ സംഘടന ഏതാണ് എന്ന് താങ്കൾ വ്യക്തമാക്കണം. ഞാനിത് വെറുതെ ചോദിക്കുന്നതല്ല. കാരണം കർണാടക ഹൈക്കോടതി ഇങ്ങനെ ഹിജാബ് ഒരു അനിവാര്യമല്ല, ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല, ERP അല്ല എന്ന് പറഞ്ഞ സമയത്ത് വളരെ ശക്തമായി അതിനെ വിമർശിച്ചുകൊണ്ട് ദാറുൽ ഉലൂം ദൈവബന്ദ് രംഗത്ത് വന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയാണിത്. അപ്പോൾ ദാറുൽ ഉലൂം ദൈവബന്ദ് അതിനെ ശക്തമായ ഭാഷയിൽ എതിർത്തിട്ടുണ്ട്. രണ്ടാമത്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, അവരും അതേപോലെ മറ്റിതര സംഘടനകളും കർണാടകയുടെ ഹിജാബ് ബാനുമായി ബന്ധപ്പെട്ട വിധിക്കെതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിൻ്റെ വാർത്തയാണ് അടുത്തത് എൻ്റെ കൈവശമുള്ളത്. മൂന്നാമത്, കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭയായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിൻ്റെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ, അദ്ദേഹം ഈ കർണാടക ഹൈക്കോടതിയുടെ ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞതിനെതിരായിട്ട് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നതിൻ്റെ വാർത്ത, അത് ടൈംസ് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസും ഒക്കെ കൊടുത്തിരിക്കുന്ന വാർത്തയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഇനിയും കാര്യങ്ങൾ വളരെ വ്യക്തമായി ആരെയാണ് സുപ്രീം കോടതി സമീപിച്ച് ചോദിച്ചതെന്ന് വ്യക്തമാക്കണം. ഇനി ഇവരോടൊക്കെ തന്നെയാണോ കോടതി അന്വേഷിച്ചത്? അങ്ങനെ അവർ അന്വേഷിച്ച സമയത്ത് അവർ കോടതിയോട് പറഞ്ഞു അത് മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വിധി വന്നപ്പോൾ അവർ മാൻഡേറ്ററി ആണെന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയതാണോ? അങ്ങനെ ഒരു കബളിപ്പിക്കൽ ഈ ജമിയത്തുൽ ഉലമയും ദാറുൽ ഉലൂം ദൈവബന്ധും അതേപോലെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ഒക്കെ നടത്തിയോ? ഇനി അതല്ല, ശ്രീജിത്ത് പണിക്കർ വെറുതെ ഗ്യാസ് അടിച്ച് വിട്ടതാണോ എന്നുള്ളത് പൊതുസമൂഹം കേൾക്കുമെന്ന് പറയണം.
പരക്കെ പറഞ്ഞിരിക്കുന്ന, ഇപ്പോ മഹല്ല് കമ്മിറ്റിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിനും അറിയാമായിരിക്കും, ഇസ്ലാമിലുള്ളത് 5 കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അനിവാര്യത. അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസവും, അതല്ലാതെ മറ്റ് ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അതൊന്ന്. 2, 5 നേരം അവർക്ക് നിഷ്ഠ കൊടുത്തിരിക്കുന്ന നേരം ഏതാണോ ആ നേരങ്ങളിൽ ദിവസവും നിസ്കാരം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ERP. മൂന്നാമത്തേത് റമദാൻ മാസത്തിൽ അവർ നൊയമ്പെടുക്കുക എന്നുള്ളതാണ് അവരുടെ ERP. 4, ഏതൊരു മുസ്ലിമും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കണമെന്നുള്ള സക്കാത്താണ് 4-ാമത്തേത്. 5-ാമത്തേത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്. അന്തിമ വിധി പുറപ്പെടുവിച്ചത് കർണാടക ഹൈക്കോടതി. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഭിന്ന വിധിയും വന്നിട്ടുണ്ട് ശ്രീത്, അല്ലെ? അതെ, സുപ്രീം കോടതി പിന്നെ വിധി വരികയും അതിനെ വിശാലമായിട്ടുള്ള ഒരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു. പക്ഷെ ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണ് ഒരു മതത്തിന്റെ അനിവാര്യത എന്ന് ഒരു കേരള മഹല്ല് ഫെഡറേഷന്റെ ഭാഗമായിട്ട് പേരിന്റെ താഴെ കേരള മഹല്ല് ഫെഡറേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരാളിന് അറിയേണ്ടതാണ്. എന്നിട്ടും അത് അറിയാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ മനോഗതവും അവരുടെ ഇംഗിതവും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയും ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ട് എന്ന് ഞാൻ പറയും. ഇവിടെ ശ്രീത്ത് പണിക്കർ പറഞ്ഞതുപോലെ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ശ്രീത്ത് പണിക്കർ വലിയ കാര്യത്തിൽ ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമൊക്കെ എണ്ണി പറയുമ്പോൾ മുസ്ലിങ്ങളല്ലാത്തവർക്ക് തോന്നും, എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പഠിച്ചിട്ട് എന്തോ വലിയ ഗഹനമായ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പറഞ്ഞു എന്നാണ് തോന്നുന്നതെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറയുന്നു എന്നതല്ലാതെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഹിജാബ് അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ ഹിജാബ് അനിവാര്യമല്ല, ഇസ്ലാമിലാകെ 5 കാര്യങ്ങൾ മാത്രമേ അനിവാര്യമുള്ളൂ എന്ന് ഒരു ഇസ്ലാം പണ്ഡിതനല്ല, മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും ആ മണ്ടത്തരം പറയില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ശ്രീത്ത് പണിക്കർ വാദിക്കുന്നതെങ്കിൽ അത് എവിടെയാണ് പറഞ്ഞത്? അങ്ങനെ ഏത് കോടതി വിധിയിലാണുള്ളത്? കർണാടക ഹൈക്കോടതിയുടെ വിധിയിലുണ്ടോ? ഇനി അതല്ല സുപ്രീം കോടതിയുടെ വിധിയിലുണ്ടോ? ഇങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ ഈ 5 കാര്യങ്ങൾ മാത്രമാണ് നിർബന്ധമെന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് ആ വെർഡിക്റ്റിൽ എവിടെയെങ്കിലും താങ്കൾക്കൊന്ന് കാണിക്കാമോ? രണ്ടാമത്തെ ചോദ്യം, ഈ 5 കാര്യങ്ങൾ മാത്രമേ ഇസ്ലാമിൽ നിർബന്ധമായി ഉള്ളതെങ്കിൽ ബാക്കി ഫർള് എന്ന് പറയുന്ന, ഫർള് ഐൻ എന്നും ഫർള് കിഫായ എന്നും പറയുന്ന വ്യക്തിപരമായി നിർബന്ധമായ കാര്യങ്ങൾ, സാമൂഹികമായി നിർബന്ധമായ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പറയുന്ന ഫർളുകൾ, വാജിബുകൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഏതാണെന്ന് ശ്രീത്ത് പണിക്കർ പറയണം. അതോ ഇതും താങ്കൾ വെറുതെ ഗ്യാസ് അടിച്ച് വിട്ടതാണോ എന്നുള്ളത് പൊതുസമൂഹത്തിന് മുമ്പിൽ താങ്കൾ വ്യക്തമാക്കണം. മുജീബ് റഹ്മാൻ, ഈ രാജ്യത്ത് ഇസ്ലാം മതം പാലിക്കുന്നതിന് വേണ്ടി അനുവാദമില്ല, അതിന്റെ ഒരു ഉദാഹരണമാണ് എന്ന രീതിയിലാണല്ലോ താങ്കൾ അവതരിപ്പിച്ചത്. പക്ഷെ ഇക്കാര്യം ഈ ഒഴിച്ചുകൂടാനാവാത്ത മതാചാരത്തിൽപ്പെട്ടതാണ് വിശ്വാസികൾക്ക്. ഇതിൽ ഇഴകീറി മുറിച്ചുള്ള വാദങ്ങൾ നടന്നതിന് ശേഷമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് അന്ന് വിധി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കേരള ഹൈക്കോടതി വിധി പോലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഇക്കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഞ്ജുഷും ശ്രീത്ത് പണിക്കരും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവരുടെ കൈവശം ഹിജാബ് ബാൻ ചെയ്യാനുള്ള ഏക ഒരു സാധനം എന്ന് പറയുന്നത് ഈ കർണാടക ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഋതുരാജ് അവസ്ഥയുടെ നേതൃത്വത്തിലുണ്ടായ ഈ കർണാടക ഹൈക്കോടതിയിലെ ഈ ഒരു ബാനാണ്. ഇതിൽ ഊന്നി നിന്ന് വേണം എല്ലാ വാചകമടിയും ഈ ശ്രീത്ത് പണിക്കറിനും ഈ മഞ്ജുഷിനുമൊക്കെ നടത്താൻ. എന്നാൽ ഈ ഹൈക്കോടതി വിധിയിലെ ഓരോ വാക്കുകളും എടുത്ത് രൂക്ഷമായ ഭാഷയിൽ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള സുധാൻഷു ധൂലിയ വിമർശിക്കുകയും ഈ വിധി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതി വിധിക്ക് മുകളിൽ ഒരു സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും അതിൻ്റെ മെറിറ്റ് പരിശോധിക്കാൻ നിൽക്കാതെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗണ്ണിച്ചു എന്ന വിഷയം ചർച്ച ചെയ്യാതെ, അല്ല എങ്കിൽ ഹിജാബ് അനിവാര്യമാണെന്ന് പറയുന്നവർക്കും അതിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് സമ്മതിച്ചു തരാതെ ഈ കർണാടക ഹൈക്കോടതിയിൽ മാത്രം തൂങ്ങിയാടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ ചേതോവികാരം എന്താണ് എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കും ആ നിലപാട് തന്നെയാണെന്ന പച്ചക്കളവും പ്രചരിപ്പിക്കാൻ അല്പമെങ്കിലും ഒരു ലജ്ജ ഈ 2 ആളുകൾക്കും വേണ്ടേ? പിന്നെ ഈ ശ്രീത്ത് പണിക്കരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഒരു കാര്യം അനിവാര്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ചെയ്യുക, അത് ഇവിടെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ അപേക്ഷ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു കോടതി ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് ഇസ്ലാം മതമല്ല ഒരു മതവും ആവശ്യപ്പെടുകയില്ല. അത് ഹിന്ദു മതമായിക്കോട്ടെ ക്രിസ്തു മതമായിക്കോട്ടെ, ഈ കോടതിയിൽ ചെന്ന് അവിടെ മറ്റ് മതസ്ഥരായിട്ടുള്ള ജഡ്ജിമാരായിരിക്കാം അവിടെ ഇരിക്കുന്നത്, അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ ബുക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഈ തിയോളജിക്കൽ ഡിസ്പ്യൂട്ടിൽ നിങ്ങളൊരു വിധി പറയണം എന്ന് പറയാൻ
അവരെ ഈ വിഷയത്തിൽ ഒരു എക്സ്പേർട്ടായിട്ട് ഒരു മതക്കാരും കാണുന്നില്ല. ഇത് എൻ്റെ വാക്കുകളല്ല. ഈ കർണാടക ഹൈക്കോടതിയുടെ ഈ ഒരു വിധിയെ വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള സുധാൻഷു ധൂലിയ രൂക്ഷമായ ഭാഷയിൽ ചോദിച്ചൊരു കാര്യം, താങ്കളോട് ആരാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു തിയോളജിക്കൽ ഡിസ്പ്യൂട്ടുള്ള കാര്യത്തിൽ താങ്കൾ ഏതെങ്കിലും ഒരു സെക്റ്റിന്റെ വാദം എടുത്തിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് അതിനകത്ത് ആവശ്യം? പിന്നെ നമ്മൾ എന്തിനാ കോടതിയെ സമീപിക്കുന്നത്? നമ്മൾ കോടതിയെ സമീപിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലീജിയസ് പ്രാക്ടീസിനെതിരായിട്ട് ആരെങ്കിലും ഒരു ചോദ്യം ഉയർത്തുമ്പോൾ ഞങ്ങൾക്കത് ചെയ്യുന്നതിന് നിയമപരമായി അനുവാദം കിട്ടുന്നതിന് നമ്മുടെ മതത്തിലുള്ള കാര്യത്തിനെ കോടതിയെ കൺവിൻസ് ചെയ്യാനാണ് പോകുന്നത്. അല്ലാതെ കോടതിയിൽ നിന്ന് മതത്തിന്റെ വിഷയത്തിൽ ഇങ്ങോട്ടൊരു കൺവിൻസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അതിൻ്റെ യാതൊരു ആവശ്യവും അത് ഒരു മതത്തിന്റെ പണ്ഡിതന്മാർക്കും ഇല്ല, മുസ്ലിം പണ്ഡിതന്മാർക്ക് തീരെയുമില്ല. എന്നാൽ കോടതിക്ക് ചെയ്യാനുള്ളത് എന്താ? ഒരു കൂട്ടം ആളുകൾ അത് അവരുടെ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ അത് ഇവിടെ അനുവർത്തിച്ചാൽ അതുകൊണ്ട് ക്രമസമാധാനത്തിന് പ്രശ്നം വരുമോ, അല്ലെങ്കിൽ ഒരു മൊറാലിറ്റിക്ക് ധാർമ്മികതയ്ക്ക് പ്രശ്നം വരുമോ, ഇനി അതല്ല ഹെൽത്തിന് പ്രശ്നം വരുമോ എന്നത് നോക്കിയിട്ട് ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അതിനുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, റീസണബിളി അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ നോക്കേണ്ടതുള്ളൂ. അല്ലാതെ മതത്തിലെ ERP പരിശോധിക്കാൻ വേണ്ടി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകേണ്ട കാര്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഇപ്പോൾ സുന്നി മുജാഹിദ് തർക്കമൊക്കെ നടത്തുമ്പോൾ അതിലെ ഓരോരോ വിഷയങ്ങൾ നമുക്ക് ഇങ്ങനെ ഹൈക്കോടതി കൊടുത്തിട്ട് അവിടെ വന്നിട്ട് അവിടെയുള്ള ജഡ്ജിമാർ ആ വിഷയത്തിൽ വിധി പറയുന്നു, അത് മുസ്ലിം സമൂഹം മുഴുവൻ സ്വീകരിക്കുന്നു. നിസ്കാരത്തിൽ കൈ എവിടാ കെട്ടേണ്ടത്, ഫാത്തിഹ ഓതണോ വേണ്ടയോ, അത്തഹിയാത്തിൽ വിരൽ അനക്കാമോ ഇല്ലയോ, ഇതൊക്കെ ഇങ്ങനെ ഓരോരോ കേസായിട്ട് നമ്മളിങ്ങനെ ഹൈക്കോടതി കൊടുത്തിട്ട് അവിടെ ഏതെങ്കിലും മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരു വിധി തരുന്നു. ആ വിധി മേടിച്ചുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ ഓക്കെ ഈ വിധി കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇസ്ലാം മതം എന്താണെന്ന് മനസ്സിലായി, അത് പിന്നീട് മുസ്ലിങ്ങളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ രീതിക്കല്ല പോകുന്നത്. നിയമപരമായി ഒരു പ്രശ്നം വരുമ്പോൾ നിയമപരിരക്ഷ കിട്ടാൻ വേണ്ടി ഇസ്ലാം മതത്തിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്, അത് എസെൻഷ്യൽ ആണ്, ഞങ്ങൾക്കത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കോടതിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനിയും ഏതെങ്കിലും ഒരു കോടതിയിലെ ഒരു ജഡ്ജിക്കോ ഒരു കൂട്ടം ജഡ്ജിമാർക്കോ മനസ്സിലായില്ലെങ്കിൽ അത് ഇസ്ലാമിൽ അനിവാര്യമല്ലാതൊന്നും ആവില്ല. നേരെ മറിച്ച് അവരെ ഞങ്ങൾക്ക് ഇത്തവണ കൺവിൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ അതിന് റിവ്യൂ പെറ്റീഷൻ കൊടുക്കുകയോ അല്ല എങ്കിൽ അതിൻ്റെ മുകൾ കോടതിയിലോ പോയിക്കൊണ്ട് വീണ്ടും കൺവിൻസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ മതത്തിൽ ഏതാണ് അനിവാര്യം എന്ന് പറഞ്ഞ് ശ്രീത്ത് പണിക്കർ ഒരു ഇസ്ലാം നിരീക്ഷകനായിക്കൊണ്ട് ഇസ്ലാമിലാകെ 5 കാര്യങ്ങൾ മാത്രമേ നിർബന്ധമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് അത് അല്പം ഓവറായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ശ്രീത്ത് പണിക്കർ പറയുന്നത് പോലെ ഈ 5 കാര്യങ്ങൾ മാത്രമേ ഇസ്ലാമിൽ നിർബന്ധമുള്ളൂ എന്ന് വെർഡിക്റ്റിലുമില്ല, കോടതിയും പറഞ്ഞിട്ടില്ല, ഒരു മുസ്ലിം പണ്ഡിതനും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ വിവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ യൂട്യൂബിലൂടെയൊക്കെ പല വീഡിയോകൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അതിൽ ഈ മദ്രസ കുട്ടികൾക്ക് വേണ്ടി അത് ഈ ഇസ്ലാം കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടി ഒരു പാട്ടുണ്ട്, ഇസ്ലാം കാര്യം 5 ആണ്, അവകൾ പഠിക്കൽ ഫർളാണ് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഈ ആകെ 5 കാര്യമേ ഉള്ളൂ ഫർള് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി ശ്രീത്ത് പണിക്കർ പറഞ്ഞ മൊത്തം വാദങ്ങളെ നമ്മൾ ചുരുക്കിയാൽ പ്രധാനമായി 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ഹിജാബ് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതിയുടെ വിധിയിലുണ്ട്. 2, മുസ്ലിം പണ്ഡിതന്മാരും ഹിജാബ് അനിവാര്യമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഇദ്ദേഹം കർണാടക ഹൈക്കോടതിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ 2006 സെപ്റ്റംബർ 7 എം അജ്മൽ ഖാൻ വേഴ്സസ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അവിടെ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി, അദ്ദേഹം കർണാടക ഹൈക്കോടതിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ മദ്രാസ് ഹൈക്കോടതിയുടെ കാര്യം പറയാണ്. ആ വിധിയിൽ നമുക്ക് കാണാം അതിൻ്റെ 15ാമത്തെ പാരഗ്രാഫിൽ, ഇറ്റ് ഈസ് ദസ് സീൻ ഫ്രം ദ റിപ്പോർട്ടഡ് മെറ്റീരിയൽ ദാറ്റ് ദർ ഈസ് ഓൾമോസ്റ്റ് യുനാനിമിറ്റി എമംഗ്സ്റ്റ് മുസ്ലിം സ്കോളേഴ്സ് ദാറ്റ് പർദ ഈസ് നോട്ട് എസെൻഷ്യൽ ബട്ട് കവറിംഗ് ഓഫ് ഹെഡ് ബൈ സ്കാർഫ് ഈസ് ഒബ്ലിഗേറ്ററി. ഇത് മദ്രാസ് ഹൈക്കോടതിയുടെ വിധിയിലുള്ളതാണ്. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നു മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ ഏകാഭിപ്രായമുണ്ട്, ഏത്, പർദ എസെൻഷ്യൽ അല്ല, നിർബന്ധമല്ല, എന്നാൽ തല മറയ്ക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ പർദ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖം മറയ്ക്കുന്ന ടൈപ്പുള്ള പർദ. ഈ കോടതിയുടെ വിധിയിൽ പറയുന്നു. അതിനു മുമ്പ് അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകളും പണ്ഡിതന്മാരുടെ ചർച്ചകളും ഒക്കെ ആ വിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 2006 മദ്രാസ് ഹൈക്കോടതിയിലെ വിധിയാണ്. ഇനി കേരള ഹൈക്കോടതിയിൽ വളരെ വ്യക്തമായിട്ട് കേരള ഹൈക്കോടതിയുടെ വിധിയിൽ കാണാം 29ാമത്തെ പാരഗ്രാഫ്, ഖുർആന്റെയും ഹദീസിൻ്റെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറ്റ് ഈസ് എ ഫർള്, അത് നിർബന്ധമാണ്, ടു കവർ ദ ഹെഡ്,
തലമറയ്ക്കൽ. ആൻഡ് വിയർ ദി ലോങ് സ്ലീവ് ഡ്രസ്സ്, അതേപോലെ നീണ്ട കുപ്പായം, ഫുൾ സ്ലീവ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ്. ഏതുപോലത്തെ? ഈ കന്യാസ്ത്രീമാരെയൊക്കെ വേഷം പോലത്തെ. എക്സെപ്റ്റ് ഫേസ് പാർട്ട്, എന്നാൽ മുഖം എന്ത് ചെയ്യാൻ പാടില്ല, മറയ്ക്കാൻ പാടില്ല. ആൻഡ് എക്സ്പോസിങ് ദ ബോഡി അതർവൈസ് ഈസ് ഫോർബിഡൻ. ഇത്രയും ഭാഗമല്ലാത്ത ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചാൽ അത് ഹറാമാണ്, അത് നിരോധിക്കപ്പെട്ടതാണ്. വെൻ ഫർൾ ഈസ് വയലേറ്റഡ് ബൈ എനി ആക്ഷൻ ഓപ്പോസിറ്റ് ടു ഫർൾ, ദാറ്റ് ആക്ഷൻ ബിക്കംസ് ഫോർബിഡൻ. നിർബന്ധമായ ഈ കാര്യത്തിന് വിരുദ്ധമായി ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ ചെയ്യുന്നത് ഹറാമാണ്. അപ്പോൾ ഹൈക്കോടതി വിധികളിൽ എവിടെയും എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി ഈ വിധിയിലെ 21ാമത്തെ പാരഗ്രാഫിലേക്ക് പോയാൽ, ഇൻ ചാപ്റ്റർ 24 നോൺ ആസ് ദ ലൈറ്റ്, അഥവാ നൂറ്, സൂറത്ത് നൂറിലെ 31ാമത്തെ ആയത്ത് ഇവിടെ തെളിവായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്ന് മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന ആ പദം, ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഖുമുർ എന്ന് പറയുന്ന പദം, അതിലൊരു പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം പറയുന്നത് കാണാം. ഖുമുർ ഓർ ഹെഡ് കവർ ഇസ് ദ ക്ലോത്ത് വിച്ച് കവേഴ്സ് all of the hair on the head, while the word juyub means not only the bosom as commonly thought but it includes the neck too. ആ ഹുമർ എന്ന് പറയുന്ന പദമാണ് ഈ ആയത്തിൽ ഉള്ളത്. ഇനി അടുത്തത് സൂറത്ത് അഹ്സാബിലെ 59ാമത്തെ ആയത്ത് കൊണ്ടുവരുന്നുണ്ട്. അതും തെളിവായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ജിൽബാബ്, അവിടെ പറയുന്ന ജിൽബാബ് എന്ന് പറയുന്ന വേഷത്തെക്കുറിച്ച് കാണാം. The reference of jilbab in the above chapter would indicate that the Islamic dress code for women not only consists of a scarf that covers the head, the neck and the bosom, but also includes the overall dress that should be long and loose. ഖുർആനിലെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തല മറയ്ക്കുക അല്ലെങ്കിൽ നെഞ്ചു മറയ്ക്കുക, കഴുത്ത് മറയ്ക്കുക എന്നത് മാത്രമല്ല, ഒരു ലൂസ് ഡ്രസ്സ് കൂടെ അതിൻ്റെ മുകളിൽ ഇടണം. എന്ന് വെച്ചാൽ ഈ കന്യാസ്ത്രീ വേഷം പോലുള്ള ഒരു ലൂസ് വസ്ത്രം, അവരുടെ ശരീരത്തിൻ്റെ ഒരു ഷേപ്പ് കാണാത്ത രൂപത്തിലുള്ള ഒരു ലൂസ് ഡ്രസ്സും കൂടെ ഇടണമെന്ന് ഈ ആയത്തിൽ വ്യക്തമാണ്. അതിനുശേഷം ഈ ജിൽബാബിൻ്റെ അറബിക് ഡിക്ഷണറി ലിസാൻ അൽ അറബിനെ ഉദ്ധരിച്ചുകൊണ്ട് കാണാം. ദ ജിൽബാബ് ഇൻ അറബിക് ഡിക്ഷണറി ലൈക്ക് ലിസാൻ അൽ അറബ് റിഫേർഡ് ആസ് ദി ലൂസ് ഔട്ടർ ഗാർമെൻറ്റ്, വെളിയിൽ ഇടുന്ന അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ മുകളിൽ ഇടുന്ന ലൂസായിട്ടുള്ള ഔട്ടർ ഗാർമെൻറ്റിൻ്റെ പേരാണ് ജിൽബാബ്. അതിനുശേഷം ഞാൻ മുമ്പ് പറഞ്ഞ അബൂദാവൂദിലെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്, അസ്മാ ബീവിയുടെ ഹദീസ്. അതിനുശേഷം വീണ്ടും തുർമദിയിലെ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഇനി അതിനുശേഷം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഓരോ കർമ്മങ്ങൾ അതിനെ ഏതൊക്കെ രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് കാണാം. There are 5 kinds of rules recognized in Islamic law to classify the nature of the law for its operation, which are as follows. ഏതൊക്കെയാണെന്ന് പറയുകയാണ്. 1. ഫർള്, സ്ട്രിക്ട്ലി ഒബ്ലിഗേറ്ററി, നിർബന്ധമായും ചെയ്യേണ്ടത്. അതിന് ഉദാഹരണം പറയുമ്പോൾ 5 നേരം നമസ്കാരം, അതേപോലെ തന്നെ സക്കാത്ത്, അതേപോലെ തന്നെ നോമ്പ് എക്സെട്ര എന്ന് കൊടുത്തിട്ടുണ്ട്. വേറെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഈ 3 കാര്യങ്ങൾ മാത്രമല്ല, ഇഷ്ടംപോലുണ്ട്. 3 എക്സാമ്പിളായിട്ട് പറഞ്ഞു. 2. ഹറാമാണ്, അഥവാ നിരോധിക്കപ്പെട്ടതാണ്. ഈ മദ്യം കഴിക്കുക, പന്നിയിറച്ചി കഴിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിരോധിക്കപ്പെട്ടതാണ്. 3. മൻദുബ് എന്ന് വെച്ചാൽ തിങ്സ് വിച്ച് ആർ അഡ്വൈസ് ടു ഡു, റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ചെയ്താൽ നല്ലത് എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. 3. മക്രൂഹ്, അഥവാ ഈ കറാഹത്തായിട്ടുള്ള കാര്യങ്ങൾ, അഥവാ ചെയ്യാൻ നിരുത്സാഹപ്പെടുത്തിയ അല്ലെങ്കിൽ ചെയ്യരുത്, ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ അടുത്തത് ജായിസ് എന്നുവെച്ചാൽ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ വ്യത്യസ്ത വിധികളെയൊക്കെ കാറ്റഗറൈസ് ചെയ്ത് അത് വിവരിച്ചതിന് ശേഷം ഫർള്, സ്ട്രിക്ട്ലി ഒബ്ലിഗേറ്ററി, നിർബന്ധമായും ചെയ്യേണ്ടത് എന്ന കാറ്റഗറിയിലാണ് ഈ പറഞ്ഞ ഹിജാബും വരിക എന്നാണ് 29ാമത്തെ പാരഗ്രാഫിൽ നേരത്തെ പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഫർള് ടു കവർ ദ ഹെഡ് ആൻഡ് വെയർ ദി ലോങ് സ്ലീവ്ഡ് ഡ്രസ് എക്സെപ്റ്റ് ഫേസ് പാർട്ട്. അപ്പോൾ സംശയമില്ലല്ലോ, ഇവിടെ കേരള ഹൈക്കോടതിയിൽ തന്നെ മുഹമ്മദ് മുഷ്താഖിൻ്റെ വിധിയിൽ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഒബ്ലിഗേറ്ററി എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞത് 2016. ഇനി 3. ഇതേ ജഡ്ജി തന്നെ കേരള ഹൈക്കോടതിയിൽ 2018 ഡിസംബർ 4 അടുത്തൊരു കേസിൻ്റെ വെർഡിക്റ്റിൽ പറയുന്നുണ്ട്. ഫാത്തിമ തസ്നീം വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ആ കേസിൻ്റെ ദിസ് കോർട്ട് ബൈ ജഡ്ജ്മെൻറ്റ് ഇൻ അംന ബിൻത് ബഷീർ വേഴ്സസ് CBSE had taken a view that right of a woman to have the choice of dress based on religious injunctions is a fundamental right protected under Article 25 of the Constitution of India. When such prescription of dress is an essential part of the religion, തലമറയ്ക്കുക അതേപോലെ തന്നെ ലൂസ് ഡ്രസ്സ് ധരിക്കുക എന്നത് ഫർളാണെന്ന് നേരത്തെ പറഞ്ഞ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞ ആ വിധി ഞാൻ ഓൾറെഡി അംന ബിൻത് ബഷീറിൻ്റെ കാര്യത്തിൽ 2016 തന്നെ വിധിച്ചിട്ടുണ്ട്. അത് തന്നെ അദ്ദേഹം വീണ്ടും എടുത്ത് ഈ വിധിയിലും കാണിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ സാമൂഹ്യ നിരീക്ഷകനായും രാഷ്ട്രീയ നിരീക്ഷകനായും അതേപോലെ ഇപ്പോൾ ഇസ്ലാമിനെ കൂടി നിരീക്ഷിക്കാൻ വേണ്ടി വന്ന ഈ ശ്രീത്ത് പണിക്കരുടെ
ഇൻ്റലക്ച്വലി അദ്ദേഹം ഡിസ്ഹോണസ്റ്റ് ആണ്. അദ്ദേഹം ചെറി പിക്കിംഗ് ആണ് നടത്തുന്നത്. അദ്ദേഹത്തിന് സൗകര്യമുള്ളത് എടുക്കുകയും ചിലത് അദ്ദേഹം മാസ്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. കാരണം ഈ കേരള ഹൈക്കോടതിയിലെ 2018 ഈ വിധി, അഥവാ ഫാത്തിമ തസ്നീമും അതേപോലെ സ്റ്റേറ്റ് ഓഫ് കേരളയുമായിട്ട് നടന്നിട്ടുള്ള ഈ കേസിൻ്റെ വിധി, ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഷ്താഖിൻ്റെ ഈ വിധി നമ്മുടെ ശ്രീജിത്ത് പണിക്കറിൻ്റെ വീഡിയോയിലും ചാനൽ ചർച്ചകളിലുമൊക്കെ അദ്ദേഹം പലതവണ ആവർത്തിക്കുന്നുണ്ട്. ഇതെന്തിനു വേണ്ടി ആവർത്തിക്കുന്നത്? ഈ വിധിയിൽ ഹിജാബ് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനാണോ? അങ്ങനെ പറഞ്ഞാൽ പിന്നെ ശ്രീജിത്ത് പണിക്കറിൻ്റെ റോള് നഷ്ടപ്പെടില്ലേ? അപ്പോൾ ശ്രീജിത്ത് പണിക്കർ എന്താ ചെയ്യുന്നത്? ആ കാര്യം പറയില്ലെന്ന് മാത്രമല്ല, കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അത് ERP അല്ല, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കേരള ഹൈക്കോടതി, കർണാടകയെക്കാട്ടി കൂടുതൽ ഇദ്ദേഹത്തിന് സ്നേഹം തോന്നേണ്ടത് കേരളത്തിനോടല്ലേ? അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതിയുടെ വിധിയിൽ ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും പറയുന്നുണ്ടോ? ഫർളാണെന്ന് എപ്പോഴെങ്കിലും പറയുന്നുണ്ടോ? എന്നാൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെക്കാട്ടി കൂടുതലാണ് എന്ന് സ്ഥാപിക്കാനും അതുവഴി കോടതി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് അനുകൂലമായി ആ കേസിൽ വിധി പറഞ്ഞു എന്നും സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം ശ്രീജിത്ത് പണിക്കർ എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഭൗതികമായി സത്യസന്ധത പുലർത്തുന്ന ആളല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ചെറി പിക്കിംഗ് ആണ് നടത്തുന്നത്. അദ്ദേഹത്തിന് ആവശ്യമുള്ളതേ പറയുന്നുള്ളൂ, ബാക്കിയുള്ളത് മാസ്ക് ചെയ്യുകയാണ്, ഹൈഡ് ചെയ്യുകയാണ്. അദ്ദേഹം അതേപോലെ പൊതുസമൂഹത്തിനെ, ഈ നിയമം അറിയാത്ത ആളുകളെ ബോധവൽക്കരിക്കുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹൈക്കോടതി എവിടെയും ഇത് ERP ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കേരള ഹൈക്കോടതിയുടെ തന്നെ 2 വിധിയിൽ ഒരേ ജഡ്ജി തന്നെ അത് ERP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതുപോലെ സുപ്രീം കോടതി പാർഷ്യലി സ്റ്റേസ് മുംബൈസ് കോളേജ് ഹിജാബ് ബാൻ. ബോംബെയിലുള്ള NG ആചാര്യാൻ്റെ DK മറാച്ചെ കോളേജ്, അവിടെയുള്ള മുസ്ലിം പെൺകുട്ടികൾ പർദ്ദ ധരിച്ചു വന്നപ്പോൾ അതിനെതിരായിട്ട് ഒരു സർക്കുലർ ഇറക്കി അതിനെ ബാൻ ചെയ്തു. അവരങ്ങനെ സുപ്രീം കോടതിയിൽ പോയ സമയത്ത് ഒരു ഇൻ്ററിം ഓർഡർ, ഒരു ഇടക്കാല വിധി വരുന്നു. അതിൽ രൂക്ഷമായ ഭാഷയിൽ ഈ കോളേജ് നിലപാടിനെ വിമർശിക്കുകയും അതേപോലെ തന്നെ അവരുടെ ആ സർക്കുലർ അത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആചാര്യ മറാഠെ കോളേജ് എന്ത് ചെയ്തു? ഈ ഓർഡറിനനുസൃതമായിട്ട് അവരെന്ത് ചെയ്തു? ടെമ്പറലി റിമൂവിങ് ദ ബാൻ ഓൺ ഹിജാബ്സ്, ഹിജാബിൻ്റെ മേലുള്ള ബാൻ അവർ മാറ്റി, വൈൽ കണ്ടിന്യൂ ടു പ്രൊഹിബിറ്റ് ദ നിക്കാബ് ആൻഡ് ബുർക്ക, നിക്കാബും ബുർക്കയും എന്ത് ചെയ്തു? നിരോധിച്ചു, ഹിജാബ് അനുവദിച്ചു. ഇത് 2024 ഓഗസ്റ്റിൽ നടന്ന കാര്യം. ഇനി നമുക്ക് ശ്രീജിത്ത് പണിക്കരൊക്കെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന, മഞ്ജുഷൊക്കെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന കർണാടക ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഋതുരാജ് അവസ്ഥി കൊണ്ടുവന്നിട്ടുള്ള ആ വിധിയിലേക്ക് പോകാം. അവിടെ ഈ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് പോലെ കോടതി നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായ പണ്ഡിതന്മാരോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ ഏത് പണ്ഡിതന്മാർ, ഏത് സംഘടനയിലുള്ളവർ, ആ വിവരം എവിടെ നിന്ന് കിട്ടി എന്ന് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പരിശോധിക്കാൻ നമ്മുടെ കയ്യിലുള്ളത്, ഒന്ന്, അവിടെ പെറ്റീഷണറായിട്ടുള്ള ഐഷത്ത് ഷിഫ നൽകിയിട്ടുള്ള അവരുടെ ആ റിട്ട് പെറ്റീഷൻ, അത് നമുക്ക് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കുകൾ കാണിച്ചിട്ടുണ്ട്, ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ കാണിച്ചിട്ടുണ്ട്, കമൻട്രി കൊണ്ടുവന്നിട്ടുണ്ട്, ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്നത് മുസ്ലിം പെൺകുട്ടികൾക്ക് തല മറയ്ക്കാൻ അനുവാദമുണ്ട് എന്നതിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലാതെ അനിവാര്യമല്ല എന്ന് പറയാനല്ല കൊണ്ടുവന്നേക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിനെതിരായിട്ട് ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയുടെ വെർഡിക്റ്റുമുണ്ട്. ആ വെർഡിക്റ്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിനകത്ത് അവർ പറയുന്നുണ്ടോ, ഏതെങ്കിലും പണ്ഡിതന്മാർ വന്ന് ഇങ്ങനെ പറഞ്ഞു, ഇത് ഹിജാബ് അനിവാര്യമല്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഐഷത്ത് ഷിഫയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ പെറ്റീഷനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ M. അജ്മൽ ഖാൻ വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നല്ലോ, അഥവാ തല മറയ്ക്കൽ ഒബ്ലിഗേറ്ററി ആണെന്ന് മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ ഏകഭിപ്രായമുണ്ട് എന്ന് പറയുന്ന ആ വിധി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള ഹൈക്കോടതിയിലെ അംന ബിന്ദു ബഷീറിൻ്റെ വിഷയത്തിൽ മുഹമ്മദ് മുഷ്താഖ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ വിധികളും അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂർ എന്ന് പറയുന്ന അധ്യായത്തിലെ 31-ാമത്തെ ആയത്ത് അല്ലെങ്കിൽ വാക്യം, അത് തെളിവായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിൽ അവിടെ ഉപയോഗിച്ച ഹുമൂർ എന്ന് പറയുന്ന ആ പദം, അത് ഡിക്ഷണറികൾ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം തലമറയ്ക്കലാണ്, മുസ്ലിം വുമൻ്റെ തലമറയ്ക്കുന്ന വേഷത്തിനാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ധാരാളം ട്രാൻസ്ലേഷൻസ് കൊണ്ടുവരുന്നുണ്ട്, ധാരാളം പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ആരൊക്കെയാണ്, അവരുടെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് ഫുട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അബ്ദുൽ ഹലീം. അദ്ദേഹം ആരാണ്?
പ്രൊഫസർ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് അറ്റ് ദ സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസ്. ഈ സ്റ്റഡീഡ് അറ്റ് അൽ അസർ യൂണിവേഴ്സിറ്റി, ഈജിപ്റ്റ്. രണ്ടാമത് പിക്താലിനെ ഉദ്ധരിക്കുന്നുണ്ട്, ഏറ്റവും വലിയ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. മൂന്നാമത് അബ്ദുള്ള യൂസഫ് അലിയെ ഉദ്ധരിക്കുന്നുണ്ട്. നാലാമത് മുഹമ്മദ് ഹിജാബിനെ ഉദ്ധരിക്കുന്നുണ്ട്. അതിനുശേഷം 3 അമേരിക്കൻ വനിതകൾ പുറത്തിറക്കിയ സ്വഹി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഖുർആൻ ട്രാൻസ്ലേഷൻ ഉദ്ധരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഡോക്ടർ മുസ്തഫ ഖത്താബ്, അദ്ദേഹത്തിൻ്റെ ദ ക്ലിയർ ഖുർആൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഹീസ് എ കനേഡിയൻ ഈജിപ്ഷ്യൻ അതോറിറ്റി ഓൺ ഇൻ്റർപ്രറ്റിംഗ് ദ ഖുർആൻ. He received his PhD, MA and BA in Islamic Studies in English with honors from Al Azhar University. He is a member of the Canadian Council of Imams and a Fulbright Interfaith Scholar. അടുത്ത ഖുർആൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് മൊറോക്കൻ പണ്ഡിതനായിട്ടുള്ള മുഹമ്മദ് തഖ്യുദ്ദീൻ ഹിലാലി ആൻഡ് ഡോക്ടർ മുഹമ്മദ് മൊഹ്സിൻ ഖാൻ, ഇവർ രണ്ടുപേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഖുർആൻ. ഇത് ആരുടെ നിർദ്ദേശപ്രകാരം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്? സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ നിർദ്ദേശപ്രകാരം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അടുത്ത ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വലിയ പണ്ഡിതനായിട്ടുള്ള മുഫ്തി തക്കി ഉസ്മാനി. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു പാകിസ്ഥാനി ഇസ്ലാമിക് സ്കോളറാണ്. അതേപോലെ തന്നെ അവിടുത്തെ പാകിസ്ഥാനിലെ സുപ്രീം കോർട്ടിലെ ജഡ്ജി ആയിരുന്നു. ഹീ ഈസ് ഓൾസോ എ പെർമനന്റ് മെമ്പർ ഓഫ് ദി ജിദ്ദ ബേസ്ഡ് ഇന്റർനാഷണൽ ഇസ്ലാമിക് ഫിഖ് അക്കാഡമി ആൻഡ് ഓർഗൻ ഓഫ് ദി OIC. അദ്ദേഹം അന്താരാഷ്ട്ര ഫിഖ് അക്കാഡമി എന്ന് വെച്ചാൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര കാര്യങ്ങൾ വിശദീകരിക്കുന്ന പണ്ഡിത സഭയുടെ പെർമനന്റ് മെമ്പറാണ്. അടുത്ത ട്രാൻസ്ലേഷൻ അൽ അസർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുണ്ടായിരുന്ന മുഹമ്മദ് മെഹ്മൂദ് ഗാലി എന്ന് പറയുന്ന പണ്ഡിതൻ. ഇങ്ങനെ ഈ നിരവധി ട്രാൻസ്ലേഷൻ കൊടുത്തതിന് ശേഷം കാണാം, ഇറ്റ് ക്യാൻ ബി സീൻ ഫ്രം ദി എബൌട്ട് ട്രാൻസ്ലേഷൻ ദാറ്റ് ദ വേർഡ് ഹുമൂർ ഹാസ് ഇന്റർചേഞ്ചബിളി ബീൻ ട്രാൻസ്ലേറ്റഡ് ഐദർ ആസ് ഹെഡ് സ്കാർവ്സ് ഓർ ഹെഡ് കവറിങ്സ് ഓർ വീൽ ഓർ ഷാൾ, ബട്ട് ദ മീനിങ് ഈസ് കൺസിസ്റ്റൻ്റ്ലി ദ സെയിം അക്രോസ് ട്രാൻസ്ലേഷൻസ്. ഇങ്ങനെ നിരവധി ട്രാൻസ്ലേഷനാണ് ഈ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെയെല്ലാം തലയിലിട്ടിരിക്കുന്ന ആ ശിരോവസ്ത്രം അത് നെഞ്ചിലേക്ക് താഴ്ത്തിയിടുക, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന തട്ടമിടുക എന്ന് വളരെ കൃത്യമായിട്ട് ഈ ട്രാൻസ്ലേഷൻ എല്ലാം ഉണ്ട്. കർണാടക ഹൈക്കോടതി ബെഞ്ച് അവർ പറയുന്നു, അവർ ആകെ സ്വീകരിക്കുക അബ്ദുള്ള യൂസഫ് അലിയുടെ ട്രാൻസ്ലേഷൻ മാത്രമാണ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വിധി പറയുക എന്ന് പറഞ്ഞൊരു നിലപാടിലേക്ക് പോകുന്നു. എന്നിട്ടോ അതെങ്കിലും നേരെ ചൊവ്വ ചെയ്തോ? അതും ചെയ്തില്ല. കാരണം സൂറത്ത് നൂറിൽ ഈ ശിരോവസ്ത്രം മാറിലേക്ക് താഴ്ത്തിയിടുക എന്ന് പറയുന്ന ആ ആയത്ത് അതേ രൂപത്തിൽ തന്നെ യൂസഫ് അലി അതിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ സൂറത്ത് അഹ്സാബുമായി ബന്ധപ്പെട്ട് വസ്ത്രങ്ങളുടെ മുകളിൽ ഒരു മേൽവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്ന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കമൻട്രി ഉണ്ട്. അന്ന് ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം അവിടെ മുസ്ലിം സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മേലങ്കി ധരിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു കമൻട്രി അതിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബ്ദുള്ള യൂസഫ് അലി യാതൊരു ട്രഡീഷൻ്റെയും അടിസ്ഥാനത്തിൽ സ്വന്തമായി നടത്തിയ ഈ ഒരു കമൻറ്റ്, ആ ഒരു കമൻ്റാണ് ഇസ്ലാമിലെ പ്രമാണം. അതുകൊണ്ട് ഹിജാബ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കൊരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് കർണാടക ഹൈക്കോടതി അങ്ങ് വിധിക്കുകയാണ്. ഈ കാര്യം തന്നെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയുടെ വിധി തെറ്റാണ്, അതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയിൽ നമുക്ക് ഇങ്ങനെ കാണാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് കവറിംഗ് ദ ഹെഡ് ആൻഡ് നെക്ക് ഓഫ് എ വുമൺ ഇൻ ദ പ്രസൻസ് ഓഫ് മെൻ ഔട്ട്സൈഡ് ഹെയർ ഇമ്മീഡിയറ്റ് ഫാമിലി ഈസ് ദ എക്സ്പ്രസ് ഡിക്റ്റം ഓഫ് ഖുർആനിക് വേഴ്സ്. ഒരു മുസ്ലിം സ്ത്രീയുടെ അടുത്ത ബന്ധമല്ലാത്ത ഒരു പുരുഷന്റെ മുമ്പിൽ അവളുടെ കഴുത്തും അതേപോലെ തന്നെ തലയും മറയ്ക്കേണ്ടതാണ് എന്നത് ഖുർആന്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ്. ദ പെറ്റീഷൻ സേസ് ദ ഖുർആൻ സ്പീക്സ് ഓഫ് മാൻഡേറ്ററി requirement for women to cover their head and neck on more than one occasion and cites Surah 24 ayat 31, just Surah An-Nur, that wants believing women to draw their veils khumur over their bosom. ശിരോവസ്ത്രം മാറിലേക്ക് താഴ്ത്തിയിടണമെന്ന് സൂറത്ത് നൂറിൽ പറഞ്ഞിട്ടുണ്ട്. It also cites Surah 33 അഥവാ സൂറത്ത് അഹ്സാബ് ayat 59 which asks women to draw their outer garments over their person. ഈ സൂറത്ത് അഹ്സാബിൽ ഈ ഔട്ടർ ഗാർമെന്റ് അല്ലെങ്കിൽ ജിൽബാബ് അല്ലെങ്കിൽ മേലങ്കി ധരിക്കണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് സൈസ് ഇറ്റ് ഈസ് ഫോർ ദെയർ ഓൺ കൺവീനിയൻസ് ആൻഡ് സേഫ്റ്റി, ഇത് അവരുടെ സൗകര്യത്തിനും അതേപോലെ സുരക്ഷയ്ക്കുമാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എമംഗ് ഇസ്ലാമിക് സ്കോളേഴ്സ് അബൌട്ട് ദി മാൻഡേറ്ററി നേച്ചർ ഓഫ് ദിസ് വേർഡ്സ്. As some scholars like Abdullah Yusuf Ali would suggest that wearing such a loose outer garment over the entire person of a woman is not mandatory, as the same is prescribed only for her own comfort and safety. ഈ ആയത്തിനെ സംബന്ധിച്ച് മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ ചിലരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് മാൻഡേറ്ററി അല്ല, നിർബന്ധമല്ല, അത് അവളുടെ സേഫ്റ്റിക്കും
അതേപോലെ തന്നെ അവളുടെ കൺവീനിയൻസിന് വേണ്ടി അവക്കിടണമെങ്കിൽ ഇടാം, അതൊരു റെക്കമെൻഡേഷൻ മാത്രമാണ് എന്നുള്ള നിലപാട് ഈ അബ്ദുള്ള യൂസഫ് അലിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദർ ഇസ് നോ സച്ച് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഓവർ ദി മാൻഡേറ്ററി നേച്ചർ ഓഫ് കവറിംഗ് ഹെഡ് ആൻഡ് നെക്ക് ഡിക്റ്റേറ്റഡ് ഇൻ ദ ഏർലിയർ വേഴ്സ്. എന്നാൽ സൂറത്തുൽ നൂറിൽ പറഞ്ഞ ആ വിഷയത്തെക്കുറിച്ച് പണ്ഡിത ലോകത്ത് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ ഹെഡും നെക്കും കഴുത്തും അതേപോലെ തന്നെ ശിരസും അല്ലെങ്കിൽ മുടി ഉൾപ്പെടെ മറയ്ക്കണമെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇറ്റ് ഈസ് ദ റെസ്പെക്ട്ഫുൾ സബ്മിഷൻ ഓഫ് ദി പെറ്റീഷണർ ദാറ്റ് ദി ഹൈക്കോർട്ട് ഹാസ് ഇറേനിയസ്ലി ടേക്കൻ ദീസ് ടു വേഴ്സസ് out of their context and put together to hold that wearing the hijab is not mandatory in Islamic faith. ഇവിടെ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായത്തും ഒരുമിച്ച് പരിഗണിക്കുകയും ഈ ഔട്ടർ ഗാർമെന്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത സൂറത്ത് നൂറിലെ തലയും അതേപോലെ മാറും മറയ്ക്കുക എന്ന് പറയുന്ന അതിലേക്കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും മാൻഡേറ്ററി അല്ല എന്നുള്ള തെറ്റായ വിധി പറയുകയാണ് ചെയ്തത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട പണ്ഡിതൻ ആലിക്കുട്ടി മുസ്ലിയാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഇസ്ലാമിനെ തെറ്റായി മനസ്സിലാക്കിയ ഒരു വിധിയാണ് ഈ പറഞ്ഞ കർണാടക ഹൈക്കോർട്ടിലെ വിധി. ഇതല്ലാതെ ബാക്കി ഹൈക്കോർട്ടുകളിലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇത് ഒബ്ലിഗേറ്ററി ആണെന്ന് പറഞ്ഞ് തന്നെ വിധി വന്നിട്ടുണ്ട്. കർണാടക ഹൈക്കോടതിയുടെ ഈ വിധിയെ സുപ്രീം കോടതി ജസ്റ്റിസ് വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിക കർമ്മങ്ങളുടെ വിഷയത്തിൽ ഇത്രയും വലിയ കടുംപിടുത്തം കാണിച്ച് അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെങ്കിലേ അനുവദിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ എത്ര തെളിവ് കാണിച്ചാലും ഞങ്ങൾ സൗകര്യം പോലെ ഏതെങ്കിലുമൊക്കെ ചെറിയിപ്പിക്കുക ചെയ്യും, എന്നിട്ട് ഞങ്ങൾ അതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് സ്വീകരിക്കും എന്നൊക്കെയുള്ള ഈ കടുംപിടുത്തം കാണിക്കുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിർബന്ധമായ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അത് നിയമപരമായി അംഗീകരിച്ച് കിട്ടണമെങ്കിൽ അവർക്ക് എവിടെയൊക്കെ പോകണം? അവർക്ക് ഹൈക്കോടതിയിൽ പോകണം, സുപ്രീം കോടതിയിൽ പോകണം, ധാരാളം കാശ് മുടക്കണം. ഇങ്ങനെ ഇത്രയധികം തെളിവുകൾ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ചോദിക്കുന്ന കോടതി ഇതേ സമാനമായ രീതി മറ്റു മതങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ചാൽ ഏതൊക്കെ കർമ്മങ്ങൾ, ഏതൊക്കെ അനുഷ്ഠാനങ്ങൾ, ഏതൊക്കെ കൾച്ചറുകൾ ആ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുമെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇങ്ങനെ അല്പം കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹിജാബിൻ്റെ മേലുള്ള ബാനൊക്കെ അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ് എന്ന് ഒരു സുപ്രീം കോടതി ജഡ്ജി വരെ പറഞ്ഞ് അതിന് ഒരു ഫൈനൽ റൂളിങ്ങിലേക്ക് നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു സമയമാണ്. അധികം വൈകാതെ മുസ്ലിങ്ങൾക്കും സമാധാനം കിട്ടുന്ന നല്ലൊരു വിധി കോടതിയിൽ നിന്ന് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമുക്ക് ശ്രീത്ത് പണിക്കരോട് പറയാനുള്ളത്, ശ്രീത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കളവല്ലെങ്കിൽ താങ്കൾ നിർബന്ധമായും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തെളിവ് ഹാജരാക്കണം. നിയമത്തിൻ്റെ വഴികൾ അറിയാത്ത സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള താങ്കളുടെ ഈ ശ്രമങ്ങൾ താങ്കൾ അവസാനിപ്പിക്കണം. ഈ വിഷയത്തിൽ താങ്കളുടെ ഒരു പരസ്യ പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.